അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല സഹോദരിമാർ, പ്രത്യേകിച്ച് ഉമ്മമാർ, കൂടുതൽ പറയുന്നത് തൻ്റെ മക്കളുടെ സങ്കടമാണ്. മക്കൾ അനുസരിക്കുന്നില്ല ഉസ്താദെ, മക്കളുടെ കാര്യം വല്ലാത്ത. മക്കളില്ല എന്ന് പറയുമ്പോൾ മക്കളില്ലാത്തവർക്ക് മക്കളില്ല എന്നാണ്, മക്കളുള്ളവർക്കാണെങ്കിലോ ഇത്തരത്തിലുള്ള പ്രശ്നവുമാണ്. ഇതിന് വലിയ പരിഹാരമായി മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളും നല്ല അനുസരണമുള്ള മക്കളുമാകാൻ, ആ മക്കൾക്കും ജീവിതത്തിൽ ഒരു പ്രയാസവും വരാതിരിക്കാൻ, അവർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മാതാപിതാക്കളെ കൃത്യമായി അനുസരിച്ച് നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള മാതാപിതാക്കൾക്ക് ഇരുലോകത്തും എഹത്തിനും പരത്തിനും ഉപ്പയുടെയും ഉമ്മയുടെയും കൈയും പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. മക്കളെ കാരണം കൊണ്ട് നരകത്തിൽ പോകേണ്ടി വരും. നാം ഒരുപാട് ഹജ്ജ് ചെയ്തിട്ടും ഒരുപാട് നമസ്കരിച്ചിട്ടും എല്ലാം ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കേണ്ടി വരും. മക്കളോടുള്ള ഉത്തരവാദിത്വം അവർ സ്വാലിഹാക്കൾ. കാരണം ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഖൂ അൻഫുസകും, നിൻ്റെ സ്വയം ശരീരത്തെയും അതുപോലെ അഹ്ലീക്കും, നിൻ്റെ കുടുംബത്തെ നരകത്തിന് തൊട്ട് കാക്കണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്നാണ്. നരകമുണ്ടെന്ന് വിശ്വസിച്ചവരെ, ഖബറുണ്ടെന്ന് വിശ്വസിച്ചവരെ, പരലോകമുണ്ടെന്ന് വിശ്വസിച്ചവരെ, നിങ്ങൾക്കുള്ള സ്വയം ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കണം പോരാ, നിങ്ങളുടെ മക്കൾ വഅഹ്ലീകും നാറ വഖൂദുഹന്നാസ വൽ ഹിജാറ. നരകമെന്ന് പറഞ്ഞാൽ ഇത് ചില്ലറയല്ല. ഏത് നരകത്തിനെ തൊട്ടാണ് നിൻ്റെ മക്കളെ നീ രക്ഷപ്പെടുത്തുന്നത്? വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇട്ട് കത്തിക്കപ്പെടുന്ന നരകം. സുബ്ഹാനല്ലാഹ്, കല്ലുകളെയും മനുഷ്യരെ ഇട്ട് കത്തിക്കപ്പെടുന്ന, പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ടാർ ഒഴിച്ച് കത്തിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്ധനങ്ങൾ ഉപയോഗിക്കൊന്നും പറയാതെ കല്ല് എന്ന് പറഞ്ഞതാണ്. എന്തുകൊണ്ട്? നാം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്ന കല്ല് എന്തുകൊണ്ട് നാം ഉപയോഗിക്കുന്നത്? കല്ല് കത്തൂലല്ലോ, അതുകൊണ്ടാണ് കല്ല് ഉപയോഗിക്കുന്നത്. അത് കല്ല് വെച്ചിട്ടാണ് നാം ഭക്ഷണಕ್ಕೆ പാകം ചെയ്യുന്നത്. വീട്ടിൻ്റെ പുറത്തൊരുക്കി അടുപ്പൊക്കെ ഇട്ട് കല്ലൊക്കെ വെക്കും. കല്ല് കത്ത് പേപ്പർ പോലെ കത്തുരുകണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ചൂട്, അതിന് ഒരുപാട് സെൽഷ്യസ് ഡിഗ്രി ചൂട് അതിന് ആവശ്യമുണ്ട്. ഇതുപോലെയല്ല. കാരണം ഒരു വെള്ളം തിളച്ച് മറിയണമെങ്കിൽ ഒരു 100 സെൽഷ്യസ് ഡിഗ്രി ചൂടുണ്ടായാൽ വെള്ളം തിളച്ച് മറിയും. അതുപോലെ ഒരു ഇരുമ്പ് പോലത്തെ അല്ലെങ്കിൽ മറ്റു ഇരുമ്പ് പോലത്തെ വസ്തുക്കളൊക്കെ കത്തുരുകണമെങ്കിൽ ഒരു 300 മതി. എന്നാൽ ഒരു കല്ല് കത്തി പേപ്പർ പോലെ ഉരുകണമെങ്കിൽ 1.5 ലക്ഷം. അവിടെ ചിന്തിക്കണം, 1.5 ലക്ഷം ചൂട് വേണം. ഇപ്പം 100 സെൽഷ്യസ് ഡിഗ്രി ചൂടിൽ തന്നെ ഈ കല്ല് കത്തുരുകിയാൽ, അതായത് വെള്ളം തിളച്ച് മറിയുന്ന വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വീണാൽ നമുക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയില്ല, തൊലി ഒരിഞ്ഞു പോകും. അപ്പോൾ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ ആ നരകത്തിൻ്റെ കാഠിന്യം, ചൂട് എത്രയാണ്? അവിടെ നിന്ന് നീ രക്ഷപ്പെട്ടാൽ പോരാ, നിൻ്റെ മക്കൾ, നിൻ്റെ ഭാര്യ, നിൻ്റെ കുടുംബം രക്ഷപ്പെടണം. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ സ്വാലിഹാകാൻ, പ്രത്യേകിച്ച് ഈ മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലുള്ള സമയം, മഗ്‌രിബിൻ്റെ സമയത്ത് മക്കൾ പുറത്തു പോകരുത്, ഒരിക്കലും പോകരുത്. മഗ്‌രിബിൻ്റെ സമയത്ത് മക്കളെ പുറത്ത് വിടരുത്. മഗ്‌രിബിൻ്റെ സമയത്ത് മക്കളെ പുറത്ത് വിട്ടാൽ തീർച്ചയായും അത് വലിയ അപകടത്തിലേക്ക് മക്കളെ എത്തിക്കും. ശൈത്താൻ്റെ ബാധകമൊക്കെ ഉണ്ടാകും. റസൂൽ പറഞ്ഞത്, മഗ്‌രിബിൻ്റെ ശേഷം മക്കൾ പുറത്തു പോകരുത്, എൻ്റെ ഉള്ളിൽ മക്കൾ അകത്ത് വരണം. അതേ സമയത്ത് മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിലുള്ള സമയം, ആ സമയത്ത് സൂറത്ത് ഷംസ്, വശംസി വദ്ദുഹാഹ എന്നുള്ള സൂറത്ത് 7 തവണ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കും. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന, അള്ളാഹു നമ്മുടെ മക്കളെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. വലാ തദുർറുഹും, അവർക്ക് നീ ഒരു പ്രയാസവും കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഔലാദിന വലാ തദുർറുഹും വഫിഖ്ഹും ലിത്വാഅതിക, നിന്നെ അനുസരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വഫിഖ്ഹും ലിത്വാഅതിക വർസുഖ്നാ ബിർറഹും, അല്ലാഹുവേ ഞങ്ങളെ പൊന്നുപോലെ നോക്കാനുള്ള ആ തൗഫീഖും അവർക്ക് നൽകാൻ വേണ്ടി ഒരു ദുആ. ഇത് ഇന്നും ദ്വാരക്ക് 5 നേരം നമസ്കാരത്തിൻ്റെ ശേഷം നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകും, ഇഹത്തിനും പരത്തിനും ഉപകാരമുള്ള മക്കളാകും. അള്ളാഹുവിനോട് വാശിയോടുകൂടെ, ദുആ അൽ ഇൽഹാഉ, വാശിയോടുകൂടി. ഒരു കുട്ടി എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടി വാശി പിടിക്കുമ്പോൾ
നാം വാങ്ങിക്കൊടുക്കൂല. അതേപോലെ അള്ളാഹുവിനോട് വാശി പിടിക്കുക, അള്ളാഹു തീർച്ചയായും നൽകും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ഉഖ്റവീങ്ങളാക്കട്ടെ. ഇരു ലോകത്ത് ഉപകരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.